വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു ഓൾഡ് വീഡിയോ ആണ്, എന്നാലും ഇപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. വീടിനടുത്തുള്ള ഒരു അടിപൊളി പാർക്കിൻ്റെ വ്യൂ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. പ്രവാസ ജീവിതത്തിൽ ഇതൊക്കെയാണ് കുറച്ച് നമുക്ക് മനസ്സിന് ആശ്വാസം തരുന്ന ഇടങ്ങൾ കേട്ടോ. പ്രവാസ ജീവിതത്തിലെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങും വലിയ വലിയ ബിൽഡിങ്ങും ബിസി റോഡും ഒക്കെയാണല്ലോ നമ്മുടെ മനസ്സിലെന്നല്ല, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പാർക്കിലൊക്കെ പോയിരിക്കുവാണെങ്കിൽ അവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ളൊരു സ്പെഷ്യൽ, പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർക്കൊക്കെ മണ്ണിൽ കളിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സമയമാണ്. നമ്മുടെ കീവിനൊക്കെ ഈ പ്രായത്തിൽ ഇതാണ് ഇഷ്ടം അവൾക്ക്. അപ്പോൾ അവൾക്ക് ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പാർക്കിൽ പോവാം, ഊഞ്ഞാലാടാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ടാണ് മിക്കപ്പോഴും സിനിമയ്ക്ക് പോകാണ്ട് നമ്മൾ പാർക്കിലൊക്കെ വരുന്നത്. ഇവിടെ ആണെങ്കിൽ കുടിക്കാൻ വെള്ളം മുതൽ നമുക്കിപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ തന്നെ ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് അവർ മെയിൽസിനും ഫീമെയിൽസിനും വാഷ്റൂമൊക്കെ ഉണ്ട്. ഖത്തറിൽ മിക്ക പാർക്കിലും വാഷ്റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും വരുവാണെങ്കിൽ എന്തുമാത്രം നല്ലതായനല്ലേ. അപ്പയും അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. ആ ടൈമിൽ ചൂടധികമായതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് ആണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ ഈ പാർക്കിലോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഞായറാഴ്ച ആകുമ്പോൾ ഉള്ള ഒരു വൈബില്ലേ, അതാണ് നാട്ടിലെ ആ ഒരു വൈബ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടും. കൂടുതൽ നമുക്ക് ഈ പാർക്കിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വലിയവരെക്കാട്ടിലും പിള്ളേർക്കാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നതും നമ്മൾ ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അവരുടെ സന്തോഷവും നമുക്ക് വേണം, നമ്മളും കുറച്ച് റിലാക്സ് ആവും ഇവിടെയൊക്കെ വരുമ്പോൾ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാൻ, ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് അവർ സെപ്പറേറ്റ് വെയിൽ ആകാണ്ടിരിക്കാനൊരു കൂടാണോ ഇതിന് പറയുന്നത് എനിക്കറിയത്തില്ല, അവർ ഇതുമാതിരി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും റെസ്റ്റ് ചെയ്യാം, പിള്ളേർക്കാണെങ്കിൽ അവിടെ ഇരുന്ന് കളിക്കാനും പറ്റും. ക്യൂ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ഇവിടെ വരുവാണെങ്കിൽ ഞങ്ങൾ മിക്കപ്പോഴും വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമല്ല, കുറച്ച് മന്ത്സ് കൊണ്ടിട്ട് വരുന്നില്ല. വീട്ടുകാരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ, അവരെപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്നേ. നമ്മൾ ജോലിക്കൊക്കെ പോകും, തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഔട്ട് സൈഡ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് അവർ ഈ പ്രവാസ ജീവിതത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഈവനിങ് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം അവരുടെ സന്തോഷവും നമ്മൾ നോക്കുക. നാട്ടിലൊക്കെ ആകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയൽപ്പക്കത്തൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു ഹാപ്പിനെസ് ആയിരിക്കും, ഒരു സന്തോഷമായിരിക്കും അവർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ സലാത്ത പാർക്ക് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. ഇതൊരു കുട്ടി വ്ളോഗാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് അവിടെയും പോയി വ്ളോഗ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് പൊടി പിടിച്ച് എൻ്റെ മൊബൈലിൽ കിടന്നതാണ്, അത് ഞാനിങ്ങനെ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒന്ന് ഇങ്ങനൊരു ചെറിയൊരു പ്രകൃതിക്കൂട്ടിലോട്ട് നിങ്ങളെ സാധിച്ചതിൽ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.